ആരെങ്കിലും കയറി കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ കാണാം. കാണത്തക്ക രീതി സെറ്റപ്പ് ചെയ്തിരിക്കുക. ഞാൻ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ബിനോയ് പുലിയാണ്. ആ പുലിയല്ല, പുൽപ്പുലിയാ. പുൽപ്പുലിയാ. ബിനോയ് ഇതെന്നാ പരിപാടി? ഇവിടെ ഒരു 5-6 താറാവിനെ വളർക്കാന്നും കൊണ്ട്. ആണോ? ആ താറാവ് കൂടാണോ ഇത്? താറാവും കൂടെ ഈ പണിയുന്നത് 2 ഭായിമാര് പണിയുന്നുണ്ട്. ഓ അത് ശരി ശരി. അപ്പൊ ഇതാ പണിക്കാര്. അപ്പൊ ഈ കൊടയൊക്കെ എന്തിനാ കരുതിയേക്കുന്നത്? എന്റെ കാലിന് 2 മാസം മുമ്പ് ചെറിയൊരു ഷോക്ക് വന്നു. ഓ അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഒരു 1.5 മാസമായിട്ട് ഇറങ്ങാറില്ലായിരുന്നു. വിശ്രമത്തിലായിരുന്നു. അപ്പൊ നമ്മളെ ആളുകളെ ചോദിക്കുന്നുണ്ടായിരുന്നു ബിനോയിയെ കാണുന്നില്ലല്ലോ. മെഡിസിറ്റിയിലായിരുന്നു ഒന്ന്, പിന്നെ തിരുമിച്ചു 15 ദിവസം. അത് കഴിഞ്ഞിപ്പോ ഇതൊന്ന് തീർക്കണ്ടേ. നടക്കാൻ തുടങ്ങിയോ? നടക്കാൻ എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ അവിടം വരെ വരും, ഒരു 100 മീറ്റർ ഒക്കെ നടക്കും. അതെല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ കാലിന് ഇത് ഇപ്പം ഈ കുഴമ്പിട്ട് തിരുമുന്നുണ്ട്, മരുന്നുണ്ട്. അതുകൊണ്ട് മറ്റേ പരിപാടി ഒന്നുമില്ല, എല്ലാം നിർത്തി സ്വസ്ഥമായിട്ടിരിക്കും. ബ്രോക്കറിംഗ് എല്ലാം നിർത്തി. ബ്രോക്കറിങ്ങും വെള്ളമടി, കള്ളുകൂടി, വീട് വലി ചീട്ടുകൾ എല്ലാ സർവ്വ പരിപാടിയും നിർത്തി. നിർത്തി എന്ന് പറഞ്ഞാൽ നിന്നുപോയി. അപ്പൊ ഇപ്പൊ തീർത്തെടുക്കണമെന്നുള്ള കണക്കൂട്ടലിലാണ് ഇവരുടെ കൂടിയേക്കുക. അപ്പൊ ഈ കുറച്ച് താറാവിനെ വളർത്താല് നമുക്ക് മുട്ടയൊക്കെ വിൽക്കാം. മുട്ട വിൽക്കാം, താറാവ് കുഞ്ഞുങ്ങളെ വിൽക്കാം, മുഴുത്ത താറാവിനെ പിടിച്ച് വിൽക്കാം. അതിനൊക്കെ വേണ്ടിയുള്ള പരിപാടിയാണ്. ഈ താറാവിനെ വളർക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടല്ലേ? വളർക്കാനുള്ള സൗകര്യത്തില്ല, ഇത് കുളമുണ്ട്. ഇത്രയും വലിയ കുളമുണ്ട്. ഓ ഇത്രയും വലിയ കുളത്തിൽ, ഈ കുളത്തിൽ ഇട്ട് വളർക്കാനാണോ? പിന്നെ ഇതിനകത്തുനിന്ന് ഈ ഓസിനകത്തോടെ ഇങ്ങോട്ട് ചാടിക്കും. ഇവിടെ ഓസൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? പിന്നെ അതെല്ലാം നമ്മള് സിസ്റ്റമാറ്റിക് ആയിട്ടാ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് കുഞ്ഞുങ്ങളും അതിനകത്ത് മുഴുത്തും ആ ഓവിനകത്തോടെ ഈ കുളത്തിലോട്ട് ചാടിക്കുന്നത് എല്ലാത്തിനാണ് വലുതിനെ. അങ്ങനെയുള്ള പരിപാടികളാണ് ചെയ്തോണ്ടിരിക്കുന്നത്. പരിപാടി ഇപ്പൊ ചെയ്തോണ്ടിരിക്കും. ഇപ്പൊ ഇത് കോൺക്രീറ്റ് ചെയ്യണം, ബാക്കി ഷെയ്ഡ് മുകളിലത്തെ എല്ലാം പിടിപ്പിക്കണം. അത്രയും പണികളൊക്കെ ഉണ്ട്. എന്നിട്ടും പരിപാടിയൊക്കെ ഉണ്ട്. എന്നിട്ട് ആലപ്പുഴയ്ക്ക് പോകണം താറാവിനെ വാങ്ങിക്കാൻ. ഓ ഇപ്പൊ എന്നാ ഉണ്ട് താറാവ് മുട്ട വില? താറാവ് മുട്ട നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വലിയ വില കിട്ടിയല്ലോ. നമ്മൾ ഇങ്ങോട്ട് മേടിക്കണമെങ്കിൽ ഒരു 8 രൂപ. 8 രൂപയ്ക്കൊന്നും കിട്ടിയില്ല. 12 രൂപ ഒക്കെ ആണെന്നാ പറഞ്ഞത്. അത്രയും കണ്ട് വിലയാണ്. നാടൻ താറാവ് മുട്ട ഉണ്ടെങ്കിൽ 15 രൂപയ്ക്ക് വരെ ഇവിടെ ആളുകൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അടുത്തൊരു നമ്മുടെ സുഹൃത്തിനുണ്ട്, അപ്പം ബിനോയ് അറിയായിരിക്കും, ഒരു ജോബിൻ എന്ന് പറയുന്ന പൂക്കളത്തല്ലേ? പുള്ളിക്ക് ഒരു 50 താറാവുണ്ട്. പുള്ളിക്ക് ഞാൻ പലപ്പോഴും പത്രം വാങ്ങിക്കുന്ന എന്നോട് 100 മേടിക്കുള്ളൂ. 2 പത്രമൊക്കെ മേടിക്കും. പാവം പയ്യനല്ലേ? അങ്ങനെ ഒരു പുള്ളിയുടെ അപ്പനായിട്ട് ഞങ്ങൾ അത്ര ലോക. അതെ പുള്ളി പാവം പയ്യനാ. പിന്നെ അല്ലേ, പാവം പയ്യനാണ് അവൻ. ആ കൊച്ചിനെയൊക്കെ പുള്ളി കാരണവരും ഞാനുമായിട്ട് അതുപോലെ ഒരു വീട് ജോസേണ് അല്ലേ? ജോസേണ് മരിച്ചുപോയി. ജോസേണ് ഓട്ടോ ഉണ്ടായിരുന്നു. പിന്നെ അതല്ലേ പറഞ്ഞേ. അതെ. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു പരിപാടി എന്ന് ആലോചിച്ചേ. അപ്പൊ ഇത് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പൊ എന്നായാലും ഇനിയിപ്പം ബ്രോക്കറിംഗ് പരിപാടിയൊക്കെ പാടല്ലേ? ഈ പറമ്പിൽ കൂടെ ഒക്കെ നടക്കാൻ പാടാ. ഫോണിക്കൂടെ ഉള്ള കച്ചവടമൊക്കെ ചെറുതായിട്ടൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ 2-3 മാടൊക്കെ കയറണമെങ്കിൽ നടക്കില്ല. അതായത് ഫോണിൽ കൂടെ വിളിച്ചുള്ള കച്ചവടമൊക്കെ ഉണ്ട്. അപ്പം മൊത്തമായിട്ട് കച്ചവടം നിർത്തിയിട്ടില്ല. അപ്പൊ ഈ റേഷൻ കടയിൽ പോകണ്ടോ? റേഷൻ കടയിൽ പോകാൻ പറ്റിയില്ല. ആയില്ല. കൈക്കും പ്രശ്നമുണ്ട് അല്ലേ? കൈക്ക് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇങ്ങനെ ചുരുണ്ടു പോയ സംഭവം. ഇങ്ങനെ ഇരുന്നേ അത് തിരുമ്മി ഇത്ര ആക്കി ഈ കൈ ഇങ്ങനെ പിടിക്കാം. ഈ കൈ ഇത്ര ആയല്ലോ. അപ്പൊ ഒരു സൈഡ് അല്ലേ, ഒരു കാലും ഒരു ഇടതുവശം സ്ട്രോക്ക് വന്നു. ഈ കാലിന്റെ മുട്ടിനെ നാട്ടിപ്പോ ഒരു രക്ഷയില്ല. ഭയങ്കര കിരീരിപ്പും വേദനയും. അതുകൊണ്ട് ഇപ്പം കുഴമ്പും സാധനമൊക്കെ ഇട്ട് തിരുമ്പി മരുന്നും കുടിച്ച് വീട്ടിൽ കിടപ്പാ. രാവിലെ വഴിക്കൊന്ന് വരും, അത്രേ ഉള്ളൂ. ആരെങ്കിലും തരക്കാർ വരുമ്പോ ആ കൂട്ടത്തിൽ വണ്ടിയെ പോവും. വണ്ടിയിലിരിക്കുന്ന അതാ സാധനം എന്ന് പറയും, കാണിച്ചു കൊടുക്കും. അത്രയും പരിപാടിയൊക്കെ ഉള്ളു. ഇനിയിപ്പോ 1 മാസം കൂടെ ഒന്ന് പിടിച്ച് നിൽക്കണം. അത്രേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പം വിനോയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു? ഇപ്പം കാര്യങ്ങളൊക്കെ ദൈവം സഹായിച്ച് അങ്ങനെ ഓടും. അതെല്ലേ? പിന്നല്ലേ. അപ്പം ഇതിന് ഒത്തിരി രൂപയ്ക്കായില്ലേ ആശുപത്രി ചെലവൊക്കെ? ആശുപത്രിയില് മെഡിസിറ്റി 40,000 രൂപ ആയി. തിരുമേന് 15,000 രൂപ ആയി. ഓ അത് ശരി. അപ്പൊ ഇപ്പഴും തിരുമുന്നതിന് പൈസ കൊടുക്കണ്ടേ? തിരുമേറ്റ് നിർത്തി. ഇനിയിപ്പോ മരുന്നുണ്ടോ? മരുന്നൊക്കെ മേടിച്ച് നമ്മൾ തന്നെ തിരുമുന്നുണ്ട്. ചൂട് പിടിക്കുന്നുണ്ട്. ഈ തുളസിയിലയും മറ്റേ ഈ പുളിയിലയൊക്കെ ഇട്ട് ചൂട് പിടിക്കും. അപ്പൊ ഈ മരുന്ന് ഇപ്പോഴുണ്ടോ? മരുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. മരുന്ന് നമ്മുടെ മുതലാളിയൊക്കെ ആയിട്ട് അത്യാവശ്യം പരിപാടി ഉണ്ടല്ലോ, സഹായിക്കും. പിന്നില്ലേ. അപ്പം വളരെ സഹായം കൊണ്ടൊക്കെ അങ്ങ് കഴിഞ്ഞു കൂടുന്നു അല്ലേ? 1 മാസം കഴിഞ്ഞാൽ പിടിച്ചിരിക്കാം. ഇനി ആരെങ്കിലും സഹായിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ വിരോധമില്ല, ഒരു കുഴപ്പമില്ല. ഇല്ലല്ലോ, സന്തോഷമുള്ളൂ അല്ലേ? 2 കൈ നീട്ടി സ്വീകരിക്കും. നമുക്ക് ആരെങ്കിലും 100 രൂപ വേണ്ടെന്ന് പറയേണ്ട കാര്യമില്ല. പിന്നെ ഒരു പിടിച്ചെന്ന് വെച്ചാൽ 500 തന്നെന്ന് പറയുമ്പോൾ 10-50 കൊടുത്തന്നെ വന്നാൽ ഇങ്ങനെ കാണിക്കും. വേണ്ട കേട്ടോ, ചായ കുടിക്കാൻ എൻ്റെ ഉണ്ടെന്ന് പറയും. അത്തരം പറയും. ബിനോയ് ഇന്ന് പൈസ ഇഷ്ടം പോലെ കണ്ടു വളർന്നവനെ. അതെ. ഇപ്പൊ
മെലിഞ്ഞു പോയി. ഒരു തട്ടുകേട് വന്നു. തട്ടുകേട് പറ്റി. അവിടെ തന്നെ തോണയിലൊക്കെ പിടിച്ച് നിൽക്കുന്നത്. അവര് കാലിനൊരു വിലക്കുറവുണ്ട്. മരപ്പ് മാറിയിട്ടില്ല. മാറിയില്ല. കാലിലും കൈക്കൊക്കെ ഇടത് വശത്തോട്ട് വലിഞ്ഞു പോവുക. ആണോ? അപ്പൊ ഇവിടെ നമ്മുടെ ഒരു സ്നേഹിതനെ പണിയെ ഏൽപ്പിച്ചിരുന്നേ. പണിയൊക്കെ ഏതാണ്ട് തീർന്നു. അപ്പൊ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതല്ലേ? നോക്കിയാൽ 2-3 ദിവസമായിട്ട് വന്നിട്ടില്ല. മരുന്നും കഴിച്ച് വീട്ടിലിരിക്കുവായിരുന്നു. അപ്പൊ ഇത് താറാവൂടല്ലേ? താറാവൂട്. താറാവിനെ വാങ്ങിച്ചോ? വാങ്ങിച്ചില്ല. ഇപ്പം വാങ്ങിക്കാൻ ഇച്ചിരി സാമ്പത്തികം ടൈറ്റ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല. ഉണ്ടായിരുന്നല്ല ഇവിടെ മുടങ്ങിപ്പോയി. ഇനി താറാവിനെ ന്യായമായിട്ട് പൈസ വേണം. എത്ര താറാവിനെ വാങ്ങിക്കുന്നുണ്ട്? ഒരു 10-200 മേടിക്കാന്ന് കൊണ്ടാ. ആണല്ലേ? 200 വാങ്ങിച്ചാൽ നമുക്ക് എത്ര മുടക്കാവും ഒരെണ്ണത്തിന്? ഒരു 250 രൂപ കിട്ടും. മുട്ടയിടാറായത് കിട്ടും അല്ലേ? ഒരു പകുതിയൊക്കെ ആയത്. പകുതി വളർച്ചയുള്ളത്. ഇപ്പം ആശുപത്രി പോകണുണ്ടോ? മരുന്നുണ്ട്. മരുന്ന് എത്ര നാളുകൂടെ കഴിക്കണം? മരുന്ന് ഈ മരപ്പ് മാറുന്നേരം വരെ കഴിക്കണം. സ്കാൻ ചെയ്യണം. ആണോ? കഴുത്തിന്റെ. അതിനിപ്പം അതിന് 10 രൂപയിലും ആവുമെന്ന്. അപ്പൊ അതുകൊണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് പോകുന്നില്ല. അപ്പം നമ്മുടെ ഈ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് വിനോയിയുടെ അസുഖമൊക്കെ മാറിയോന്നൊക്കെ. അപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ശകലം വരുള്ളൂ. നടക്കത്തില്ല. നടക്കുമ്പം വേച്ചു പോവാ. അപ്പൊ വടി കുത്തി പിടിച്ചാണ് നടക്കുന്നത്? വടിയ കൊണ്ടല്ല കൊട കുത്തി പിടിച്ച് നടക്കുന്നത്. അപ്പൊ ഈ താറാവിനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വേറെ നോട്ടമൊന്നും വേണ്ട അല്ലേ? തീറ്റ കൊടുത്താൽ മാത്രം മതി. ദിവസം ഒന്ന് വന്നാൽ മതിയല്ലോ. ഇവിടെ ഒരു തുളയൊക്കെ ഇട്ടുണ്ടല്ലോ. കുളത്തിലോട്ട് താറാവിനെ ഇറക്കി വിടാനുള്ള പരിപാടിയല്ലേ? അപ്പൊ ഇതിലെ താറാവ് ഇറങ്ങി പൊക്കോളൂ? കുളത്തിൽ ചാടിക്കോളൂ. അവിടെ 2 കട്ടങ്ങളെ ഇറക്കി കൊടുത്ത് ഞാൻ വെള്ളത്തിന്റെ ലെവല് വരുമ്പോ ഇങ്ങോട്ട് കയറിക്കോളൂ. ഇതിനകത്ത് ചെറുതങ്ങളെ ഇടാം, അതിനകത്ത് വലുതങ്ങളെ ഇടാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ് ആസൂത്രണം ചെയ്തത്. കാണിച്ചു വെച്ചത്. അന്നേരമാണ് ഈ അസുഖം വന്നത് അല്ലേ? അസുഖം തുടങ്ങി സാമ്പത്തികമായിട്ട് പൊളിയുകയും ചെയ്തു. ഇപ്പൊ എവിടുന്നേലും ഇച്ചിരി പൈസ സംഘടിപ്പിച്ച് വേണം തുടങ്ങി വെക്കാൻ. ചെല്ലെന്ന് പറയുമ്പോ അത്രയും പൈസയായി. ഒരു ദിവസം തന്നെ 50,000 രൂപയോളം ആയിരുന്നു അന്ന്. അത് പിന്നെ നമ്മുടെ അയൽവക്കത്തുള്ളവരും കൂടി ഒരു തരത്തില് തന്നു, സഹായിച്ചത്. അങ്ങനെയായി. പിന്നെ തിരുമിച്ചതിന് 15,000 രൂപയായി. അത്രയെല്ലാം പൈസ മുടക്കായി. പിന്നെ മരുന്നിന് വേറെ കൊടുക്കണം. ആഴ്ച മരുന്ന് മേടിക്കണം. ഇനിയിപ്പം ആർക്കെങ്കിലും സഹായിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ബിനോയെ വിളിക്കുമോ? അല്ലെങ്കിൽ ബിനോയ്ക്ക് അക്കൗണ്ട് ഉണ്ടോ? ഇല്ല, അക്കൗണ്ട് ഇല്ല അല്ലേ? അപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആർക്കെങ്കിലും സഹായിക്കണം എന്നുണ്ടെങ്കിലും മെമ്പറിന്റെ വല്ല ഗൂഗിൾ അടിക്കുമോ? നമ്പർ കൊടുത്താൽ മതിയോ? മെമ്പറുടെ നമ്പറും കൊടുത്താൽ അന്നേരം പിന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെ എടുത്ത് ഞാൻ തന്നാൽ മതി. ആൾക്കാർക്ക് ഒരു വിശ്വാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കട്ടെ? കൊടുത്തു. ധൈര്യമായിട്ട് കൊടുത്തു. ഇതന്നെ ഈ ബക്കറ്റിനകത്ത് ഇത് എന്നാ പറയാ, താറാവിന് ഇച്ചിരി വെള്ളം കൊടുക്കാൻ വേണ്ടി പോവാ. ആണോ? ഇത് താറാവ് കൂട്ടിൽ നിന്ന് ഇറങ്ങാറില്ലേ? താറാവ് കൂട്ടിൽ നിന്ന് നമ്മുടെ ഒരു പയ്യനുണ്ട്, അവനത് ചെയ്തോളും. എന്നാലും നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റിയല്ലോ ചില സമയത്തല്ലേ. ചില സമയത്ത് നമ്മളാവും വന്നില്ലെങ്കിൽ ഇത് മിണ്ടാമറകമല്ലേ, അത് കൊടുക്കണം. ഇതിന് വെള്ളം കൊടുക്കാതെ തീറ്റ കൊടുക്കാതിരുന്ന ഇത് നമുക്ക് വേണമെങ്കിൽ ചാക്കടത്തിൽ നിന്ന് ചായ കിട്ടും. ഇതുങ്ങൾക്ക് മിണ്ടാൻ പറ്റുമോ? ഒന്നും പറ്റിയല്ല. ഇത് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പൊ വെള്ളമൊക്കെ എടുത്ത് പിടിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഒരു കൈക്ക് ഒരു കാലിന് വെച്ചൊരു സാധനം കുറവുള്ളൂ. എന്നാലും കുഴപ്പമില്ല, പറ്റുന്ന പോലെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിറച്ച് എടുത്തില്ല വെള്ളം അല്ലേ? ഇത് അരബക്കറ്റ് എടുക്കും. അരബക്കറ്റ് എടുക്കുന്നതിന് കുഴപ്പമില്ല. അരബക്കറ്റൊന്നും കുഴപ്പമൊന്നുമില്ല. അതല്ലേ? ഇച്ചിരി പായലും ഒക്കെ ഉണ്ട്, അതൊക്കെ തിന്നോളും. ഈ താറാവിനെ തിന്നോളും. ഇത് മണിത്താറാവാണല്ലോ അല്ലേ? ഇതാണ് മണിത്താറാവ്. ഇതിനൊക്കെ രൂപ ഒരുപാട് മുടക്കിയതാ. ഇത്രയും രൂപയും മുടക്കി പരിപാടി എന്നേലും ഒക്കെ ആയിട്ട് ഇതിനൊക്കെ മുട്ടയിട്ട് കുഞ്ഞുമൊക്കെ ഉണ്ടായാലേ നമുക്ക് എന്നേലും കിളച്ചി പിടിക്കാൻ പറ്റുള്ളൂ. ഇതെല്ലാം മുട്ട ഇടണം ഇനി. ഇനി മുട്ടയിട്ട് കുഞ്ഞുങ്ങളുണ്ടായി അതിനെയൊക്കെ ആർക്കെങ്കിലും പറിച്ചു കൊടുത്താലല്ലേ നമുക്ക് പൈസ കിട്ടുള്ളൂ. ഇത്രയും രൂപ മുടക്കിയില്ലേ? ഇത്രയും രൂപ മുടക്കിയിട്ട് അതിന് റിസൾട്ട് കിട്ടണം അല്ലേ? റിസൾട്ട് കിട്ടണം. പക്ഷെ ഇത്രയും രൂപ മുടക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നാമതെ പൈസ ഇല്ലാത്ത അവസ്ഥയാണ്. ലോണും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഓടിക്കുന്നത്. ഈ മണിത്താറാവിനെ മേടിക്കാതെ മറ്റേ താറാവിനെ മേടിച്ചാൽ അതല്ലേ മേടിക്കുന്നത്? അതല്ലേ അടുത്ത കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ താറാവിനെ വിടും. അതിനെ താറാവിനെ വിടും. ഇതാ കുളം, ഇഷ്ടംപോലെ വെള്ളവും തീറ്റയും സർവ്വ സന്നാഹവും ഉണ്ട്. അതെല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചേക്കുവാ. എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാ. ഇനി ഇച്ചിരി രൂപയുടെ കുറവുള്ളൂ. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ഒരു പ്രശ്നവുമില്ല. ഇത്ര പിള്ളേരാണ് നമ്മുടെ പിള്ളേരായത്. വിളിച്ചാ വിളി കേൾക്കും. ഇതിനെ തീറ്റ കൊടുത്തേക്കുന്നേ? ഇതിന് ഗോതമ്പ് കൊടുക്കും. ഇത് കണ്ടില്ലേ? ഗോതമ്പ് കൊടുക്കും, അരി കൊടുക്കും, എല്ലാ കൂട്ടവും കൊടുക്കും. എല്ലാം ഉണ്ട്. എല്ലാം തിന്നോളും. പിന്നെ കുറെ പച്ചയില എല്ലാം വാരിയിട്ട് കൊടുക്കും. ഇല തിന്നും അല്ലേ? ഇല തിന്നോളും, കൊത്തി തിന്നോളും. അതിനെ കുളിക്കാനൊക്കെ ഉള്ള സൗകര്യത്തിന് കണ്ടോ? അത് ശരി.
അപ്പോൾ ഈ കാണുന്ന ബക്കറ്റിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനകത്തുനിന്ന് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. അത് അങ്ങോട്ട് കുടിച്ചോളും. കുടിക്കാനുള്ള വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. കുടിക്കാനുള്ള വെള്ളം ഇവിടെ, കുളിക്കാനുള്ളതാ അവിടെ. ബാത്റൂം അവിടെ. ബാത്റൂമും ഉണ്ട്. പിന്നെ ബാത്റൂമൊക്കെ ഉണ്ട്. എല്ലാ സെറ്റപ്പും ഉണ്ട്. സർവ്വ സന്നാഹവും ഉണ്ട് ഇവിടെ. ഫയർഫോഴ്സ്, പോലീസ് എന്നാ വന്നാലും ഇവിടെ സെറ്റപ്പാ. എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇവന്മാരും പിടിച്ചോണ്ട് പോകത്തില്ല. ആരും കൊണ്ടുപോയാല. ഇവിടെ കൊണ്ടുപോയാൽ ഇവിടെ മൊത്തം ക്യാമറ വെച്ചേക്കുവാ. അതെ അല്ലേ? ഇവിടെ ഈ പറമ്പിൽ ആരെങ്കിലും കയറി കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ കാണാം. കാണത്തക്ക രീതി സെറ്റപ്പ് ചെയ്തിരിക്കും. സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ വിനയൊരു പുലിയാണ്. പുലിയല്ല, പുൽപ്പുലിയാ. പുൽപ്പുലിയാ. വെറും പുലിയല്ല. അതല്ല. എന്നാ വെള്ളം എടുത്ത് ഒഴിച്ചോ. വെള്ളം ഒഴിച്ചോളാം. വെള്ളം കൊടുത്തേച്ച് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. മണിക്കുട്ടി ചെറുപടെ തിന്നേച്ച് പോയി മുട്ടയിട്ടിട്ട് വേണം എല്ലാത്തിനെയും പിടിച്ച് കൊടുത്തിട്ട് വേണം അടുത്തതിനെ മേടിക്കാൻ. എന്തുകൊണ്ട് കൂടെ പണിതിട്ടാക്കുന്നേ? ലക്ഷങ്ങളെ മുടക്കിയിട്ടേക്കുവാ. അവിടെ കുളിച്ചു, ഇവിടെ ഭക്ഷണം കഴിച്ചു. ഇത്രയും പരിപാടിയേ ഉള്ളൂ. ഇങ്ങ് വന്നേ. വാ. ഉണ്ടോ? വിളിച്ചാ വിളി കേൾക്കും. നമ്മുടെ പിള്ളേരാ. മണിക്കുട്ടി വിളിപ്പുറത്താ. അതൊക്കെ അതെ. ഞാനല്ല തിന്നാൻ കൊടുക്കുന്നേ. തീറ്റ കൊടുക്കുന്നോണ്ടാ. തീറ്റ കൊടുക്കുന്നതിന്റെ നന്ദി കാണിക്കും. മനുഷ്യൻ കാണിക്കല്ലേ? മനുഷ്യർ കാണിക്കാല. ഇത് കണ്ടോ? ഇതൊക്കെ ചിറക് പിടിച്ച് കാണിക്കുന്നത് കണ്ടോ? സ്നേഹമുള്ളതുകൊണ്ടാ. ഇതാണ് അതിന്റെ ഇഷ്ടം. ഞാൻ രണ്ടുപേരും വന്ന് തിന്നാൻ കൊടുക്കും. തീറ്റ കൊടുക്കും. തിന്നാൻ കൊടുക്കും. ഇത് കണ്ടോ? ഇഷ്ടം പോലെ തീറ്റയാ കൊടുത്തേക്കുന്നത്. അല്ലാതെ പഞ്ഞം ഇടുകയല്ല. ഞാൻ പഞ്ഞം കിടന്നാലും ഇതുങ്ങളെ പഞ്ഞം കിടത്തുകയല്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതൊക്കെയാണ് പരിപാടി. ഇതെല്ലാം സെറ്റപ്പാ. ഇതിങ്ങനെ അങ്ങ് അടച്ചു കഴിഞ്ഞാണല്ലോ ഒറ്റയാനും ചാടിപ്പോയില്ല. ഇവിടെ മൊത്തം ക്യാമറയും വെച്ചിട്ടുണ്ട്. ഇവിടെ ആരും വന്ന് പിടിക്കാമല്ലോ. നരി കയറി കഴിഞ്ഞാൽ തോക്കുണ്ട്, വെടിയും വെക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.